സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ, പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് നേടൂ. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 10% ഡിസ്കൗണ്ട്. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 25 ലക്ഷം രൂപ ചിലവഴിച്ച് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് മോർണിംഗ് സ്റ്റാർ മൈതാനം നവീകരിച്ചു. മൈതാനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നാടിന് സമർപ്പിച്ചു. 10 ലക്ഷം ചോദിച്ചു, 25 ലക്ഷം നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് കിട്ടുന്ന നല്ലൊരു മുഹൂർത്തമാണ് ഇതുപോലെയുള്ള ക്ലബ്ബുകളുടെ അഭിമുഖത്തിലുള്ള ടൂർണമെന്റുകളുമൊക്കെ. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ജില്ലയാണ് മലപ്പുറത്തിന്റെ ഫുട്ബോളിനെ പരിചയപ്പെടാത്ത ഒരാൾ പോലും ഇന്ന് മലപ്പുറത്തില്ല. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മളെ ട്രെയിനിങ്ങിനും കളിക്കുവാനൊക്കെ ഈ ഗ്രൗണ്ട് ഉപകാരപ്രദമാകും എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ക്ലബിന്റെ ഭാരവാഹികളോട് പറയാനുള്ളത്, ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ തന്നു. പൈസ കിട്ടാൻ വേണ്ടി ചോദിച്ചതല്ലാന്ന് എനിക്കറിയാം. ഞാനിവിടെ ഒരു പ്രോഗ്രാമിന് വന്നാണ്. എന്തെങ്കിലും ഒന്ന് ചോദിച്ച് കിട്ടാതെ ഒരു രക്ഷപ്പെട്ട് ഞാനും രക്ഷപ്പെട്ടതെന്ന് വിചാരിച്ച് അവർ ചോദിച്ചതാണ്. ചോദിച്ചത് കൊണ്ട് നല്ലൊരു പദ്ധതി എന്ന് എനിക്ക് തോന്നുകയും സൂക്കത്താക്ക് എന്നോട് ചെവിയിൽ ഒരു 10 ലക്ഷം കൊടുത്തൂടെ എന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10 ലക്ഷം പോരെ സൂക്കത്താക്ക് വെച്ചാൽ 15 ലക്ഷം ആക്കട്ടെ എന്ന്. ഞാൻ ഏതായിരുന്നാലും ഇത് 10,000 15,000 25,000 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നലാണ് 25 ലക്ഷം രൂപ കൊടുക്കുക എന്നത്. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അല്ലാതെ എൻ്റെ കുറ്റമല്ല, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളുടെ ഭാഗമാണ് നിങ്ങളെന്നെ വിശ്വസിക്കാൻ. അല്ലെങ്കിൽ ഞാനത് വിശ്വസിപ്പിക്കാൻ വന്നിട്ടൊന്നുമില്ല. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ് റോഡിന് ഫണ്ടിട്ട് നമ്മളെ ഇവിടുത്തെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി ഏരോട് പറഞ്ഞത്. ഈ വൈകിയതും എൻ്റെ കുഴപ്പമല്ല. പഞ്ചായത്തിലെ ഓഫീസറൊക്കെ മാറി വന്നു. പിന്നെ കോൺടാക്ട് എടുത്ത ആൾ വൈകി. അങ്ങനെ തട്ടിമുട്ടി വൈകിയാണ്. എന്തായിരുന്നാലും ഈ സമയത്ത് അത് നിങ്ങൾക്ക് നൽകാൻ, ഈ നാടിന് സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞ വാക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഈ ക്ലബ്ബ് എന്ന് പറയുന്നത് എല്ലാവരും ഞാൻ നാട്ടിൽ പറഞ്ഞു, ഈ നാട്ടിൽ എല്ലാവരും ഇതിലുള്ളവരാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാരെന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകം അവർക്കൊക്കെ രാഷ്ട്രീയ പാർട്ടി പ്രതികളായിരിക്കണം. അപ്പോൾ അവർക്കൊക്കെ ക്ലബിലെ പരിപാടിക്ക് പോയെന്നുള്ള ഭയത്തോട് കൂടിയാൽ പോകും. കാരണം ഓരോരുത്തരും ചോദിച്ചും കൊടുക്കാൻ പറ്റില്ല, പിന്നെ ആ വൈക്ക് നമുക്ക് റൂട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. എന്തായാലും വളരെ മനോഹരമായിട്ടത് ചെയ്യാൻ സാധിച്ചു. എനിക്ക് ക്ലബിനോട് പറയാനുള്ളത്, നല്ല കായിക താരങ്ങൾ, ഫുട്ബോൾ താരങ്ങളെ ഇവിടുന്ന് വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കാം. ക്ലബിന് പണം തന്ന് ഗ്രൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് നമ്മളെ ഉദ്ദേശം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഇനി ക്ലബ്ബാണ് ഏറ്റെടുക്കേണ്ടത്. നല്ല ടീമിനെ വാർത്തെടുത്ത് നമുക്ക് നിങ്ങൾക്ക് എവിടെയും പോയി കളിച്ച് നമ്മളെ കപ്പ് നേടുമ്പോൾ ഈ കുട്ടികൾക്ക് തോന്നണം ആ ഗ്രൗണ്ടിന് പണം ചെലവഴിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് എന്ന് അവർക്കൊരു പുത്തൻ ഉണർവുണ്ടാകാൻ നമുക്ക് ഇതിന് സാധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. ഇനി ഗ്രൗണ്ടിന് പൈസ വേണമെന്ന് ഇനി തരാൻ ഞാൻ തയ്യാറാണ്. പൈസ നിങ്ങൾ ചോദിച്ചോളാം. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഉദിരംപോയിൽ മോർണിംഗ് സ്റ്റാർ മൈതാനം നവീകരിച്ചത്. നവീകരിച്ച മൈതാനം ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പായസ വിതരണവും നടത്തി. ചടങ്ങിൽ ക്ലബ് പ്രവർത്തകർ ഇസ്മായിൽ മൂത്തേടത്തെയും കരാറുകാരനെയും ആദരിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അറക്കൽ സക്കീർ ഹുസൈൻ, വൈദ്യർ റഷീദ, ചൂരപ്പിലാൻ ഷൗക്കത്ത്, തെന്നാടൻ നാസർ, മാട്ടറ ലത്തീഫ്, MA ഹമീദ്, V അൻഷാബ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.